ഹായ് ഹലോ വെൽക്കം ടു ജോ ലൈഫ്. എനിക്ക് കിട്ടിയ ഹോട്ടൽ റൂമിൻ്റെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം. വളരെ പരിമിതമായ സൗകര്യങ്ങളുള്ള ഹോട്ടൽ റൂമുകളാണ്. ഒരു കുഞ്ഞു റൂമാണ് കേട്ടോ, പക്ഷേ അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്. ഒരു നല്ല ചായ കുടിച്ച് പുറത്തോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. മാലി സിറ്റിയിൽ നിന്നും അടുത്തുള്ള ഹുളു മാലി സിറ്റിയിലോട്ടൊക്കെ പോകുന്ന ബസ്സാണിത്. SBI ബാങ്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഒട്ടുമിക്ക ദ്വീപുകളിലൊക്കെ SBI ബാങ്ക് അവൈലബിൾ ആണ്. കിങ് സൽമാൻ മസ്ജിദാണിത്. ഏകദേശം 10,000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മസ്ജിദാണ്. ഇതിൻ്റെ നിർമ്മാണത്തിന് ഭാഗികമായി ധനസഹായം നൽകിയത് സൗദി അറേബ്യ രാജാവിൻ്റെ പേരിലാണ്. ഇതിനുള്ളിൽ ഒരു ലൈബ്രറി, ഓഡിറ്റോറിയം, ക്ലാസ് മുറികൾ, പിന്നെ ഒരു മൾട്ടിപർപ്പസ് ഹാൾ എന്നിവയും ഉൾപ്പെടുന്നു. ഈ കടൽപ്പാലം തൊട്ടടുത്തുള്ള ഹുളു മാലി സിറ്റിയിലോട്ടാണ് പോകുന്നത്. സിനമാലി ബ്രിഡ്ജ് എന്നാണ് ഈ കടൽപ്പാലത്തിനെ അറിയപ്പെടുന്നത്. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ഐലൻഡാണ് ഹുളു മാലി സിറ്റി. അവിടെയാണ് ഇൻ്റർനാഷണൽ എയർപോർട്ടും നിലകൊള്ളുന്നത്. ഏകദേശം 8 കിലോമീറ്ററാണ് മാലി സിറ്റിയിൽ നിന്നും ഹുളു മാലിയിലോട്ട്. തൊട്ടടുത്തായിട്ട് തന്നെ പബ്ലിക് പാർക്കുണ്ട്. നമുക്കിങ്ങനെ റെസ്റ്റ് എടുക്കാനായിട്ട് നല്ല രസമാണ് ഇവിടെ ഇരിക്കാനായിട്ട്. ഈ മാലി സിറ്റിയിൽ ഒട്ടുമിക്ക ബസ്സുകളും 2 നില ബസ്സാണ്. പക്ഷേ അതല്ലാതെ തന്നെ 1 നില ബസ്സും ഉണ്ട് കേട്ടോ. അദ്ദേഹം ദൂരെ കാണുന്നത് എയർപോർട്ടാണ് കേട്ടോ. ഈ കടൽപ്പാലം വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഹുളു മാലി സിറ്റിയിലോട്ടും ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ടും എത്താം കേട്ടോ. ഇത് കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല, ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇവിടെ ഫ്ലൈറ്റൊക്കെ നിർത്തിയെടുക്കുന്നത് കാണാം. മാലി സിറ്റി ഭയങ്കര തിരക്കുള്ള, റഷായിട്ടുള്ള, വളരെ കൺജസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. പക്ഷേ എങ്കിലും ഇങ്ങനത്തെ പബ്ലിക് പാർക്കിൽ വന്നിരിക്കുന്നത് നമുക്കൊരു റിലാക്സ് ആണ്. ഇത് 1 നില ബസ്സാണ്. പബ്ലിക് പാർക്കിന് മുന്നിൽ തന്നെ ബൈക്കുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇങ്ങനെ നടന്നു പോയപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടത് ബൈക്കുകളാണ്. കാറുകളെക്കാട്ടും ഏറ്റവും കൂടുതൽ ബൈക്കാണുള്ളത് ഇവിടെ. തൊട്ടടുത്ത് തന്നെ ഒരു ഗാർഡൻ കണ്ടു. ലുനുസിയാറായി പാർക്ക്. എൻട്രൻസ് ഫേസിലൊന്നുമില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഉള്ളിലോട്ടൊക്കെ നടന്നു. ഈ പൂന്തോട്ടത്തിൻ്റെ വെളിയിൽ ബസ്സിൻ്റെയും കാറിൻ്റെയൊക്കെ ബഹളമാണെങ്കിലും ഇതിനുള്ളിൽ നല്ല നിശബ്ദതയാണ് കേട്ടോ.
ഈ ചെറിയ സിറ്റിക്കകത്ത് തന്നെ നല്ല രീതിയിലുള്ളൊരു വലിയ പാർക്കാണിത്. മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ശാന്തമായിട്ടൊരു സ്ഥലം ഈ സിറ്റിക്കുള്ളിൽ ഉണ്ടോ എന്നതിന് സംശയമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലം കാണുന്നത് കേട്ടോ. ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം. ദേ കാണുന്ന മതിൻ്റെ പുറത്തായിട്ട് നല്ല തിരക്കുള്ള റോഡാണ്. ഇത്രയും ചെറിയൊരു സിറ്റിക്കകത്ത് നല്ലൊരു ഗാർഡൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരുന്നാൽ ഇങ്ങനെ ഫ്ലൈറ്റിൻ്റെ ലാൻഡിങ്ങൊക്കെ കാണാനൊക്കും. അങ്ങനെ മാലി ക്യാപിറ്റലിൽ ഈ സിറ്റിയിലെ ഇടവഴിയിലൂടെയൊക്കെ നടന്ന കാഴ്ചകൾ കണ്ടു. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ബൈക്കുകളാണ്. ബിൽഡിങ്ങുകളൊക്കെ വളരെ അടുത്തടുത്തായിട്ടാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു സ്ഥലത്തിൻ്റെ പരിമിതികൾ കൊണ്ടാവാം അങ്ങനെ. കപ്പലിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കാൻ വളരെ രസമാണ്. പക്ഷേ ഇവിടെ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു പുതുമയുള്ള കാര്യമല്ല കേട്ടോ. ഇത് സീ പ്ലെയിനാണ് കേട്ടോ. കടലിൽ ലാൻഡ് ചെയ്യുകയും കടലിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്യുന്ന ഫ്ലൈറ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫ്ലൈറ്റ് നേരിട്ട് കാണുന്നത് കേട്ടോ. മാലദ്വീപ് ടൂറിസത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നതാണ് ഈ ചെറുവിമാനങ്ങൾ. ഇൻ്റർനാഷണൽ എയർപോർട്ടിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഫ്ലൈറ്റിൻ്റെയും സ്റ്റേഷൻ. കടലിനോട് വളരെ ചേർന്നാണ് ഈ മസ്ജിദ് നിലകൊള്ളുന്നത്. ഞണ്ടുകളുടെ ഒരു വലിയ കൂട്ടം തന്നെ കാണാൻ പറ്റും കേട്ടോ. വൈകുന്നേരമാകുമ്പോൾ ആൾക്കാരൊക്കെ ഒത്തുകൂടുന്ന അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഈ സ്പോട്ട്. ഈ മസ്ജിദിനടുത്തായിട്ടാണ് ആർട്ടിഫിഷ്യൽ ബീച്ചും പിന്നെ സ്കേറ്റ് പാർക്കൊക്കെ ഉള്ളത്. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഓക്സിജൻ എന്ന് പറയുന്ന ഒരു കടയിൽ കയറി. അങ്ങനെ ഈ ഷോപ്പിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഇരുന്ന് കഴിഞ്ഞാൽ പുറത്തെ കാഴ്ചകൾ നമുക്ക് കണ്ടുകൊണ്ട് കാപ്പി കുടിക്കാം. ഡോളറും മാൽദ്വീപിയൻ റുപ്പിയും അക്സെപ്റ്റ് ചെയ്യും. നമുക്ക് നല്ല ആംബിയൻസ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കോഫി കുടിച്ചിരിക്കാനും നല്ല വ്യൂ കിട്ടും, ബീച്ച് വ്യൂ കിട്ടും. പക്ഷേ ഇവിടെ നല്ല എക്സ്പെൻസാണ്. ചൈന മാലി ഫ്രണ്ട്ഷിപ്പിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്മാരകമാണിത്. നമ്മൾ നേരത്തെ ദൂരെ നിന്ന് കണ്ട ആ സിനമാലി ബ്രിഡ്ജാണ് കേട്ടോ. അതിലൂടെ കുറച്ച് ദൂരം അങ്ങ് നടക്കാൻ തുടങ്ങി.
ചൈനീസ് ഗവൺമെൻറ് കീഴിലാണ് ഈ പാലം നിർമ്മിക്കപ്പെട്ടത്. ഏകദേശം 2 കിലോമീറ്റർ നീളമാണുള്ളത്. 4 വരി പാതയാണിത്. 2018 ഈ പാലം പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്തത്. മാഗ്നിറ്റ്യൂഡ് 8 ഭൂകമ്പത്തെ അതിജീവിക്കാൻ കഴിയും എന്നാണ് ഈ പാലത്തിൻ്റെ നിർമ്മാതാക്കൾ പറയുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ വീണ്ടും മറ്റൊരു പാർക്ക് കണ്ടു. കുട്ടികളുടെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ. സന്ധ്യാസമയത്ത് കടലിനെ നോക്കിയിരിക്കാനും ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. കടലിൻ്റെ സുന്ദരമായ കാഴ്ചകൾ കണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ദിസ് വൈൻഡപ്പ് ജോ ലൈഫ്.